ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മൊഡ്യൂൾ 3 ക്വാണ്ടം മെക്കാനിക്സ് ആണ്. ഓക്കെ, ക്വാണ്ടം മെക്കാനിക്സിൽ നമുക്ക് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്നൊന്ന് ആദ്യം നോക്കാം. ക്വാണ്ടം മെക്കാനിക്സിൽ നമുക്ക് ഫസ്റ്റ് പറയാനുള്ളത് ഇൻട്രൊഡക്ഷനാണ്. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞാൽ കൺസെപ്റ്റ് ഓഫ് അൺസർട്ടനിറ്റി ആൻഡ് കോൺജുഗേറ്റ് ഒബ്സർവബിൾസ്. ദെൻ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ അപ്ലിക്കേഷൻസ് ആണ് രണ്ടെണ്ണം പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് അബ്സെൻസ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ന്യൂക്ലിയസ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ്. Absence of electrons inside the nucleus. Then natural line broadening എന്ന് പറയുന്നത് നമ്മൾ ഫ്രീക്വൻസി ഓഫ് എമിറ്റഡ് റേഡിയേഷൻ കണ്ടുപിടിക്കാനുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് വേവ് ഫംഗ്ഷൻ്റെ ഫിസിക്കൽ ഇൻ്റർപ്രിറ്റേഷൻ പ്രോപ്പർട്ടീസ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഫോർമുലേഷൻ ഓഫ് ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷനും ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷനും ഡിറൈവ് ചെയ്യണം. ഓക്കെ, ദെൻ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ്റെ അപ്ലിക്കേഷനായ പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷണൽ ബോക്സ് ആണ് നെക്സ്റ്റ് ടോപ്പിക്ക്. പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷണൽ ബോക്സിൽ നമുക്ക് പഠിക്കാനുള്ളത് എനർജി ഐജൻ വാല്യൂസും നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷനും നമ്മൾ ഡിറൈവ് ചെയ്യണം. ദെൻ അതിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങിൻ്റെ ക്വാളിറ്റേറ്റീവ് ഐഡിയാസ് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പം നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നതിന് മുൻപ് ജസ്റ്റ് അതിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് 2 ടൈപ്പ് മെക്കാനിക്സ് ആണുള്ളത്. ഒന്ന് ക്ലാസിക്കൽ മെക്കാനിക്സും ദെൻ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ക്വാണ്ടം മെക്കാനിക്സും. അപ്പോൾ ആദ്യം നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സിനെ കുറിച്ച് പറയാം. ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷനാണ്. അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ വേറൊരു പേരാണ് ന്യൂട്ടേണിയൻ മെക്കാനിക്സ്. ഓക്കെ, ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷനാണ് അതിൻ്റെ ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇനഫ് ടു എക്സ്പ്ലെയിൻ all the properties of a moving body can be explained by using classical mechanics up to 19th century. ഓക്കെ, അപ്പോൾ 19th സെഞ്ച്വറിയുടെ ലാസ്റ്റ് ഡീക്കേഡിലാണ് ഒരു സയൻറ്റിസ്റ്റിന് ഒരു റിയൽ പസിലായിട്ട് വരുന്നത്. റിയൽ പസിൽ എന്ന് പറയുന്നത് ബ്ലാക്ക് ബോഡിയിലുള്ള ഒരു ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്. ബ്ലാക്ക് ബോഡി എല്ലാ റേഡിയേഷൻസിനെയും അബ്സോർബ് ചെയ്യും. ഓക്കെ, എല്ലാത്തിനെയും അബ്സോർബ് ചെയ്യുന്ന ഒരു ബ്ലാക്ക് ബോഡി. അപ്പം അങ്ങനെ ബ്ലാക്ക് ബോഡിയിലുള്ള എനർജി ഡിസ്ട്രിബ്യൂഷൻ ഇൻ എ ബ്ലാക്ക് ബോഡി cannot be explained by using classical mechanics. Energy distribution from a distribution in a black body cannot be explained by using classical mechanics. അപ്പോൾ എനർജി ഡിസ്ട്രിബ്യൂഷൻ ഇൻ എ ബ്ലാക്ക് ബോഡി cannot be explained by using classical mechanics. അത് വരുന്നത് 19th സെഞ്ച്വറിയുടെ ലാസ്റ്റ് ഡീക്കേഡിലാണ് ഇത് വരുന്നത്, ഇങ്ങനെയൊരു പസിൽ വരുന്നത്. സോ അങ്ങനെയാണ് ഇത് വരുന്നത്, ക്വാണ്ടം മെക്കാനിക്സ് പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്. സോ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷനാണ്. എന്താണ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ? അപ്പോൾ നമ്മൾ ജസ്റ്റ് അത്രയും ഓർത്ത് വയ്ക്കാം. ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷനാണ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ബേസിക് ഇക്വേഷൻ. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ള നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡി ബ്രോഗ്ലി വേവ് ഓർ മാറ്റർ വേവ്. അപ്പോൾ ഡി ബ്രോഗ്ലി വേവ് ഓർ മാറ്റർ വേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെ അസോസിയേറ്റ് ചെയ്തിട്ട് എന്ത് വരും, ഒരു വേവ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന സമയത്ത് അതിനെ അസോസിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, വേവ് പ്രൊഡ്യൂസ് ചെയ്യും. സോ ഡി ബ്രോഗ്ലി വേവ് ഈസ് ദ വേവ് associated with a moving particle
moving particle, that is known as de Broglie wave or matter wave. Wave associated with a moving particle, that is known as de Broglie wave or matter wave. Okay, then de Broglie wavelength lambda എന്നാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. de Broglie wavelength lambda is the ratio of the Planck's constant to the momentum of the body. Okay, lambda is equal to h by p. Lambda is equal to h by p. H is the Planck's constant and p is the momentum. Planck's constant and p is the momentum of the particle. P momentum. So momentum of the particle or momentum of the body. Then p is equal to നമുക്കറിയാം mass into velocity ആണ്. mass into velocity. അപ്പോൾ de Broglie wavelength lambda is equal to h by p. It is the ratio of the Planck's constant to the momentum of the particle. Okay, that is lambda is equal to h by p. അത്രയും ഓർത്ത് വയ്ക്കുക. Then മാറ്റർ വേവ് ഓർ de Broglie വേവ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് വേവ് പാക്കറ്റ്. ജസ്റ്റ് ഒന്ന് വേവ് പാക്കറ്റ് എന്താണെന്നും കൂടി ജസ്റ്റ് നമുക്കൊരു ഡെഫിനേഷൻ പറഞ്ഞിട്ട് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ വേവ് പാക്കറ്റ്. ഇപ്പോൾ വേവ് പാക്കറ്റ് നമ്മൾ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ de Broglie വേവ് ലെങ്ത് എന്താ പറഞ്ഞത്? de Broglie വേവ് ലെങ്ത് or de Broglie waves or matter waves are the wave associated with a moving particle എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മളിപ്പം വേവ് പാക്കറ്റ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ വേവ് പാക്കറ്റ് പറഞ്ഞാൽ നമ്മൾ മിഠായിയുടെ പാക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിലെന്തായിരിക്കും? കുറേ മിഠായികളുണ്ടാവും അല്ലേ? കുറേ മിഠായികളുണ്ടാവും. അതിൻ്റെ പുറത്തുള്ള പാക്കറ്റിനാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ, സോ വേവ് പാക്കറ്റ് എന്ന് പറയുന്നത് വേവ് പാക്കറ്റ് ഈസ് ദ എൻവലപ്പ് ഓഫ് ദി നമ്പർ ഓഫ് വേവ് സൂപ്പർ ഇമ്പോസ്ഡ്. ഇതാണ് നമ്മുടെ എൻവലപ്പ്. പാക്കറ്റിന് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് എൻവലപ്പ്. അപ്പോൾ ഇതാണ് നമ്മുടെ വേവിൻ്റെ എൻവലപ്പ്. ഈ വേവ് എൻവലപ്പ് ഓഫ് ദി എൻവലപ്പിൽ എന്തുണ്ട്? നമ്പർ ഓഫ് വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, so wave packet is the envelope of the number of waves superimposed. Envelope of the number of waves superimposed. That is known as wave packet. Okay. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആണ്. ഹൈസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഹൈസൻബർഗിൻ്റെ സ്പെല്ലിംഗ് അങ്ങനെ ഹി ഈസ് എൻബർഗ്. ഓക്കെ, ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ നമ്മൾ +2 പഠിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് നമുക്ക് പഠിക്കാം. ഇത് പറയുന്നത് നമ്മൾ എക്സ് എന്നുള്ളത് പൊസിഷനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എക്സ് എന്ന് പറയുന്നത് പൊസിഷനാണ്. ഓക്കെ, പി എന്ന് പറയുന്നത് നമുക്കറിയാം മൊമെൻ്റമാണ്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊസിഷനും ഡെൽറ്റ പി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെൻ്റുമാണ്. ഓക്കെ, ദെൻ ഈ പൊസിഷനും മൊമെൻറ്റും ആരുടെ? ഒരു മൂവിങ് ബോഡിയുടെ അല്ലെങ്കിൽ ഒരു മൂവിങ് പാർട്ടിക്കിളിൻ്റെ പൊസിഷനോ മൊമെൻറ്റമോ അക്യുറേറ്റായിട്ട് സൈമൾട്ടേനിയസ് ആയിട്ട് മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അക്യുറേറ്റായി സൈമൾട്ടേനിയസ്ലി പറഞ്ഞാൽ രണ്ടും ഒരുമിച്ച് സൈമൾട്ടേനിയസ്ലി എന്ത് ചെയ്യാണ്? മെഷർ ചെയ്യാൻ ഇമ്പോസിബിളാണ്. എന്തിന് ഇമ്പോസിബിളാണ്? മെഷർ ചെയ്യാൻ. മെഷർ ചെയ്യാൻ? പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓഫ് എ മൂവിങ് ബോഡി ഒരു മൂവിങ് പാർട്ടിക്കിൾ simultaneously and accurately. Okay, so Heisenberg uncertainty principle definition എന്ന് പറയുന്നത് it is impossible to measure position and momentum of a moving body or a moving particle simultaneously and accurately. അപ്പോൾ ഹൈസൻബർഗ് പറയുന്നത് if position is accurate ആണെങ്കിൽ there is an error in momentum. If momentum is accurate then there is an error in position.
ഓക്കെ, പിന്നെ അതിൻ്റെ ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൽ പൊസിഷനും മൊമെൻറ്റും വെച്ചിട്ടുള്ള ഇക്വേഷനാണ് ഡെൽറ്റ എക്സ് ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/2π. h ഈസ് ദ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. ദെൻ ഇതേ ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ നമുക്ക് എനർജിയും ടൈമും വെച്ചിട്ട് എഴുതാൻ പറ്റും. എനർജിയും ടൈമും. ഓക്കെ, അപ്പോൾ എനർജി ആൻഡ് ടൈം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു മെഷർ എനർജി ആൻഡ് ടൈം ഓഫ് എ മൂവിങ് പാർട്ടിക്കിൾ സൈമൾട്ടേനിയസ്ലി ആൻഡ് അക്യുറേറ്റ്ലി. ദെൻ ദ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ ഇ ഡെൽറ്റ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/2π. എന്നാണ് ഹെയ്സൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അതായത് ഇഫ് എനർജി അക്യുറേറ്റ് ആണെങ്കിൽ എറർ ഇൻ ടൈം ഉണ്ടായിരിക്കും. ദെൻ ടൈം അക്യുറേറ്റ് ആണെങ്കിൽ എനർജിയിൽ എന്ത് വരും? അൺസർട്ടനിറ്റി വരും, എറർ വരും. ഓക്കെ, ഇനി നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ ഒബ്സർവബിൾസ് എന്താണെന്നും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ പറയുകയാണ്. ക്വാണ്ടം മെക്കാനിക്കൽ ഒബ്സർവബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമുക്ക് പറഞ്ഞു പൊസിഷനും മൊമെൻറ്റും എന്തായിട്ട് സൈമൾട്ടേനിയസ് ആയിട്ട് അക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല എന്ന് ഒരു മൂവിങ് ബോഡിയുടെ. ഓക്കെ, അപ്പം ഇവിടെ പൊസിഷനും മൊമെൻറ്റും സൈമൾട്ടേനിയസ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റാത്ത ഈ ക്വാണ്ടിറ്റീസിനെ പറയുന്ന പേരാണ് ക്വാണ്ടം മെക്കാനിക്കൽ ഒബ്സർവബിൾ. സോ ഇതേപോലെ ക്വാണ്ടം മെക്കാനിക്കൽ ഒബ്സർവബിൾസ് ആണ് എനർജിയും ടൈമും. ഓക്കെ, അപ്പോൾ ക്വാണ്ടം മെക്കാനിക്കൽ ഒബ്സർവബിൾസ് എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വി കനോട്ട് മെഷർ ഓർ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു മെഷർ പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓഫ് എ മൂവിങ് ബോഡി സൈമൾട്ടേനിയസ്ലി ആൻഡ് അക്യുറേറ്റ്ലി. അങ്ങനെ ഹൈസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വെച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത ക്വാണ്ടിറ്റീസിനെ പറയുന്ന പേരാണ് ക്വാണ്ടം മെക്കാനിക്കൽ ഒബ്സർവബിൾസ്. അതും കൂടി അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. നമ്മൾ പറയുന്നത് രണ്ട് ആപ്ലിക്കേഷനാണ്. ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ രണ്ട് ആപ്ലിക്കേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നോൺ എക്സിസ്റ്റൻസ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ന്യൂക്ലിയസ്. നോൺ എക്സിസ്റ്റൻസ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിലുള്ളത് ഏതൊക്കെ ആരൊക്കെയാണ് ന്യൂക്ലിയസിലുള്ളത്? ന്യൂക്ലിയസിൽ എന്തൊക്കെയാണുള്ളത്? ഒരു ആറ്റം കൺസിഡർ ചെയ്താൽ ന്യൂക്ലിയസിൽ എന്തൊക്കെയാണുള്ളത്? ന്യൂട്രോണും പ്രോട്ടോണും. ഇതാണ് ന്യൂക്ലിയസ്. ദെൻ അതിന് സറൗണ്ടിങ്സ് ആയിട്ടാണ് എന്തുണ്ടാവുക? ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ഉണ്ടാവുക. ഔട്ടർ മോസ്റ്റ് ഷെല്ലുകളിലാണ് ഇലക്ട്രോൺസ് ഉണ്ടാവുക. അപ്പോൾ ന്യൂക്ലിയസിൽ ആരെ കാണില്ല? ഇലക്ട്രോൺസിനെ കാണില്ല. സോ നമ്മുടെ ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നോൺ എക്സിസ്റ്റൻസ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ന്യൂക്ലിയസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഡെൽറ്റ എക്സ് ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/2π എന്ന്. ഓക്കെ, ഇവിടെ നമ്മൾ h/2πക്ക് എന്ത് കൊടുക്കാം? h/2π ഈസ് ഈക്വൽ ടു h കട്ട് എന്ന് കൊടുക്കാം. h/2π ഈക്വൽ ടു h കട്ട് എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്ത കാര്യമാണ് നമ്മുടെ ആറ്റത്തിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഡയമീറ്റർ ഓഫ് ദി ആറ്റം എന്ന് പറയുന്നത് ഏതാണ്? ഡയമീറ്റർ ഓഫ് ദി ന്യൂക്ലിയസ് എന്ന് പറയുന്നത് 10⁻⁻15 മീറ്ററാണ്. 10⁻⁻15 മീറ്റർ. ഓക്കെ, അപ്പോൾ 10⁻⁻15 മീറ്ററാണ് ഇത് നമ്മുടെ നമ്മൾ എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്ത കാര്യമാണ്. നമ്മുടെ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് 10⁻⁻15 മീറ്ററാണ്. അപ്പോൾ ഈ 10⁻⁻15 മീറ്റർ സ്ഥലത്തേക്ക് എന്ത് കാണില്ല? ഇലക്ട്രോൺസിനെ കാണില്ല. സോ നമ്മുടെ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് 10⁻⁻15 ആണ്. ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് 10⁻⁻15 മീറ്ററാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഡെൽറ്റ പി ഡെൽറ്റ എക്സ് ഈക്വൽ ടു h/2π. h ക്രോസ് ഓർ h/2π. അപ്പോൾ നമുക്ക് എഴുതാം ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു h/2π ഇൻറ്റു ഡെൽറ്റ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. നമ്മൾ വാല്യൂ കൊടുത്താൽ h/2π ഇൻറ്റു 10⁻⁻15. 10⁻⁻15. എച്ചിൻ്റെ വാല്യൂ നമുക്ക് 6.6 ഇൻറ്റു 10⁻⁻34 എന്ന് കൊടുക്കാം. 2 ഇൻറ്റു പൈയുടെ വാല്യൂ 3.14 ഇൻറ്റു 10⁻⁻15. ഓക്കെ, ഇത് ഇത്രയും ചെയ്താൽ നമുക്ക് ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു ഒരു വാല്യൂ കിട്ടും. ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു
1.055 into 10 raised to minus 19, 10 raised to minus 19 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് നമുക്ക് ഡെൽറ്റ പി കിട്ടുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ദ മൊമെൻറ്റം പി ആണെങ്കിൽ എനർജി ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു സി ആണ്. ഈസ് ഈക്വൽ ടു പി ഇൻറ്റു സി. പി എന്ന് പറയുന്നത് മൊമെൻറ്റം, സി ഈസ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്. സി എന്ന് പറയുന്നത് സി ഈക്വൽ ടു 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമുക്ക് എനർജി കിട്ടും. ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? ഈസ് ഈക്വൽ ടു പി എന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. എത്ര വാല്യൂ? 1.055 ഇൻറ്റു 10⁻⁻19 ഇൻറ്റു 3 ഇൻറ്റു 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇത് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 3.165 ഇൻറ്റു 10⁻11 ജൂളാണ്. 10⁻11 ജൂൾ. ഈ ജൂളിനെ നമ്മൾ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ കിട്ടിയ വാല്യൂവിനെ ചാർജ് ഓഫ് ഇലക്ട്രോൺ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 3.165 ഇൻറ്റു 10⁻11 ഡിവൈഡഡ് ബൈ ചാർജ് ഓഫ് ഇലക്ട്രോൺ എത്രയാണ്? 1.6 ഇൻറ്റു 10⁻19. ഇപ്പോൾ ജൂളിനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയ ജൂളിലത്തെ വാല്യൂവിനെ 1.6 ഇൻറ്റു 10⁻19, അതായത് ചാർജ് ഓഫ് ഇലക്ട്രോൺ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഏകദേശം 198 MeV എന്ന് കിട്ടും. മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഇൻറ്റു 10, ദാറ്റ് ഈസ് 198 ഇൻറ്റു 10⁶ ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് കിട്ടിയ എനർജി എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ഇലക്ട്രോൺ നമ്മുടെ ന്യൂക്ലിയസിൽ നിൽക്കണമെങ്കിൽ ഇത്രയും എനർജി കിട്ടിയാൽ മാത്രമാണ് ന്യൂക്ലിയസിൽ ആര് നിൽക്കുള്ളൂ? നമ്മുടെ ഇലക്ട്രോൺസിന് നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷേ ബൈ എക്സ്പെരിമെൻറ്റ്, ഇപ്പോൾ ബീറ്റ DKയുടെ ഒക്കെ എക്സ്പെരിമെൻറ്റ് വെച്ചിട്ട് ഇലക്ട്രോൺസിൻ്റെ എനർജി എന്ന് പറയുന്നത്, എനർജി ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഓൺലി a few MeV ആണ്. എന്ന് പറഞ്ഞാൽ കുറച്ച്, ഫ്യൂ മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. പക്ഷെ നമുക്ക് എത്ര കിട്ടണം? 198 MeV കിട്ടിയാൽ മാത്രമാണ് എന്ത് നിൽക്കുള്ളൂ? ഇലക്ട്രോൺസിന് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും ബൈ എക്സ്പെരിമെൻറ്റ് ഇലക്ട്രോൺസിൻ്റെ എനർജി എത്ര മാത്രമാണ്? a few MeV മാത്രമാണ്. ഓക്കെ, സോ we cannot expect we cannot see the electrons in the nucleus. ഓക്കെ, അതാണ് ഫസ്റ്റ് അപ്ലിക്കേഷൻ. ഇനി നമ്മുടെ സെക്കൻഡ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ ലൈൻ ബ്രോഡനിങ് ആണ്. നാച്ചുറൽ ലൈൻ ബ്രോഡനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫ്രീക്വൻസി ഓഫ് എമിറ്റഡ് റേഡിയേഷൻ ആണ്. ഫ്രീക്വൻസി ഓഫ് എമിറ്റഡ് റേഡിയേഷനിൽ നമ്മൾ ഡെൽറ്റ T h/2π എന്നുള്ള ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. കാരണം എനർജി ഈസ് ഈക്വൽ ടു h nu ആണ്. h ഈസ് ദ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് ആൻഡ് ന്യൂ ഈസ് ദ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ. അപ്പോൾ നമ്മൾ നമ്മുടെ ഇക്ക് പകരം ഡെൽറ്റ ഇക്ക് പകരം h nu എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? h എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. അതിന് നമ്മൾ ഔട്ട് സൈഡ് ഇട്ടു. h ഇൻറ്റു ഡെൽറ്റ ന്യൂ, ദെൻ ഡെൽറ്റ T ഈസ് ഈക്വൽ ടു h/2π. ഓക്കെ, ഇവിടുത്തെ എച്ചും ക്യാൻസൽ ചെയ്തു. ദെൻ ഡെൽറ്റ ന്യൂ ഈസ് ഈക്വൽ ടു 1/2π ഡെൽറ്റ T. അപ്പോൾ നമുക്ക് നമ്മുടെ ഡെൽറ്റ ടിയുടെ വാല്യൂ ഡെൽറ്റ T ഈസ് ഈക്വൽ ടു 10⁻⁸ സെക്കൻഡ് ആണ്. 10⁻⁸ സെക്കൻഡ്. അപ്പോൾ നമുക്ക് ഡെൽറ്റ ന്യൂ എന്ത് കിട്ടും? ഡെൽറ്റ ന്യൂ ഈസ് ഈക്വൽ ടു 1/2π ഇൻറ്റു 10⁻⁸. ഓക്കെ, ദാറ്റ് ഈസ് 1/2 ഇൻറ്റു 3.14 ഇൻറ്റു 10⁻⁸. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഡെൽറ്റ ന്യൂ കിട്ടും. ഡെൽറ്റ ന്യൂയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 1.67 ഇൻറ്റു 10⁻⁷ ഹെഡ്സ് ആണ്.
10 × 10⁻⁷ ഹെർട്സ്. ഓക്കെ. സോ നമ്മുടെ ഹെയ്സൻബെർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും ഹെയ്സൻബെർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ 2 ആപ്ലിക്കേഷനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ പഠിക്കുന്ന സമയത്ത് ഹെയ്സൻബെർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അതിൻ്റെ 2 ആപ്ലിക്കേഷൻ, ഒന്ന് നോൺ എക്സിസ്റ്റൻസ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ന്യൂക്ലിയസും ദെൻ സെക്കൻഡ് വൺ നാച്ചുറൽ ലൈൻ ബ്രോഡനിങ്. നാച്ചുറൽ ലൈൻ ബ്രോഡനിങ് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഫ്രീക്വൻസി ഓഫ് എമിറ്റഡ് റേഡിയേഷൻ എന്നും പഠിക്കണം. ഇത് രണ്ടും പഠിച്ചു വെക്കണം, രണ്ടും സെയിം ആണ്. ഓക്കെ. മേ ബി ഫ്രീക്വൻസി ഓഫ് എമിറ്റഡ് റേഡിയേഷൻ കണ്ടുപിടിക്കാൻ പറയും, അതല്ലെങ്കിൽ നാച്ചുറൽ ലൈൻ ബ്രോഡനിങ് കണ്ടുപിടിക്കാൻ പറയും. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഹെയ്സൻബെർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അതിൻ്റെ അപ്ലിക്കേഷനും. വീഡിയോ ഉപകാരമാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക്സ്.